പ്രിയ വിദ്യാർത്ഥികളെ, ഫങ്ഷണൽ അപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന വിഷയത്തിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻസ് എന്താണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മീനിങ്, ഡെഫിനിഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നീ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമുക്ക് വിശദമായ ക്ലാസ്സിലേക്ക് കിടക്കാം. Scope of financial management. The scope of financial management is divided into three main headings, broad categories, that is traditional approach, transactional approach and modern approach. Okay. അപ്പോൾ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൂന്ന് തരത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ചും, അതുപോലെ തന്നെ ട്രാൻസിഷണൽ അപ്രോച്ചും, അതുപോലെ തന്നെ മോഡേൺ അപ്രോച്ചും. അപ്പോൾ ഇതിലാണ് നമ്മുടെ സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ട്രഡീഷണൽ അപ്രോച്ചിൽ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്കോപ്പ് എന്ന് നോക്കാം. ഓക്കെ, ട്രഡീഷണൽ അപ്രോച്ച്. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം എന്തായിരുന്നു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് നോക്കാം. ദ ട്രഡീഷണൽ അപ്രോച്ച് to the scope of the finance function evolved during the 1920s and 1930s. 1920-30 കാലഘട്ടങ്ങളിലായിരുന്നു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഫിനാൻസ് ഫംഗ്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, in this initial stage of its evaluation, the scope of financial management was treated in the narrow sense of procurement of fund by corporate enterprises to meet their financial needs. അപ്പോൾ ഈ ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് ഒരു നാരോ സ്കോപ്പ് മാത്രമേ ഉള്ളൂ, ഒരു നാരോ സെൻസ് ഓഫ് സ്കോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ ഒരു കാലഘട്ടങ്ങളിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്. കോർപ്പറേറ്റ് എന്റർപ്രൈസസ്, ദാറ്റ് മീൻസ് ബിസിനസ് ഓർഗനൈസേഷന് ഒരു ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ ആ ഫണ്ട് റൈസ് ചെയ്യുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു മാനേജ്മെന്റ് മാത്രമായിരുന്നു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് ട്രഡീഷണൽ അപ്രോച്ച് 1920 and 30s. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ട്രഡീഷണൽ അപ്രോച്ചിന് ഒരു നാരോ സെൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു നാരോ സ്കോപ്പ് ആയിരുന്നു. അവിടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫണ്ട് റൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക എന്ന് മാത്രമായിരുന്നു. The traditional approach, the scope of financial management covered three interrelated aspects of raising and administrating resources from outside. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചിൽ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി പറയുമ്പോൾ അതിലെ മൂന്ന് തരത്തിലുള്ള ആസ്പെക്റ്റുകളെയാണ് കവർ ചെയ്യുന്നത്. അതിലൊന്ന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, ദെൻ സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ദെൻ തേർഡ് വൺ പ്രൊസീജിയറൽ ആൻഡ് ലീഗൽ ആസ്പെക്ട് ഓഫ് റൈസിംഗ് ഫിനാൻസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അക്കോർഡിംഗ് ടു ദ ട്രഡീഷണൽ അപ്രോച്ച്, the financial management considered as a procurement of fund by the corporate enterprises to meet their financial needs. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ മൂന്ന് തരത്തിലുള്ള ആസ്പെക്റ്റുകൾ മാത്രമേ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്കോപ്പ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിലൊന്ന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഏതൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് ഏതൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റ് ആണുള്ളത്, അതാണ് ഒന്നാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, അവർ ഏത് തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് റൈസിംഗ് ഫിനാൻസ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ പ്രൊസീജിയർ ആണ് ആവശ്യമുള്ളത്, അതിൽ എന്തൊക്കെ ലീഗൽ ആസ്പെക്ട് ആണ് ഇത്തരത്തിലുള്ള ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ ഉള്ളത് എന്നീ പറയുന്ന മൂന്ന് കാര്യങ്ങളായിരുന്നു സാധാരണ രീതിയിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതായിരുന്നു ട്രഡീഷണൽ അപ്രോച്ചിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ഫണ്ട് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫണ്ട് റൈസ് ചെയ്യുക, അതുവഴി കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ നീഡ് മീറ്റ് ചെയ്യുക, അത്ര മാത്രമേ ട്രഡീഷണൽ അപ്രോച്ചിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുകയുള്ളൂ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോയി ട്രാൻസിഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ട്രാൻസിഷണൽ അപ്രോച്ച് ബിഗൻ അറൌണ്ട് ദ ഏർലി 40s ആൻഡ് കണ്ടിന്യൂ ത്രൂ ദ ഏർലി 50s. 40-50 കാലഘട്ടത്തിൽ, 1940-50 കാലഘട്ടത്തിലായിരുന്നു ട്രാൻസിഷണൽ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ച്. അപ്പൊ നേരത്തെ അപ്രോച്ചിനെ കുറച്ചും കൂടി ഇതിന് സ്കോപ്പ് വർദ്ധിക്കുകയും മിയർ ആയിട്ട് ഒരു ഫണ്ട് കളക്ട് ചെയ്യുക മാത്രമല്ല, അതുമായി ബന്ധപ്പെടുത്തിയ ചില കാര്യങ്ങൾ കൂടി ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന
മാനേജ്മെന്റിന്റെ ശാഖയിലേക്ക് വരികയും ചെയ്തു. അതാണ് ട്രാൻസിഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ അപ്രോച്ചിൽ നിന്ന് വേറൊരു അപ്രോച്ചിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു ഈ ട്രാൻസിഷണൽ അപ്രോച്ച് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. In this transitional approach, the greater emphasis was being placed on the day-to-day problems faced by the financial managers in the areas of funds analysis, planning and control. ഇപ്പോൾ നേരത്തെ കേസിലെ പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് മാത്രമായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഈ ട്രാൻസിഷണൽ അപ്രോച്ചിൽ എന്തുകൂടി വന്നു? ഓരോ ഫിനാൻഷ്യൽ മാനേജർ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും കൂടി ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നു. That means the areas of fund analysis, planning and controlling of funds. ഈ പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജർ ഡേ ടു ഡേ ഫേസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസും കൂടി ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഏത് അപ്രോച്ചിൽ വന്നു? ട്രാൻസിഷണൽ അപ്രോച്ചിൽ വന്നു. ഇത് 1950 അതുവരെ 40-50 കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ. A representative work of the transitional approach is a essay on business finance by Wilford. വിൽഫോർഡിന്റെ ഒരു പ്രത്യേകമായ ഈ ട്രാൻസിഷണൽ അപ്രോച്ചുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്ക് ഇതാണ്, എസ്സേ ഓൺ ബിസിനസ് ഫിനാൻസ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഈ ട്രാൻസിഷണൽ അപ്രോച്ചിനെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കുറച്ചും കൂടി മറ്റൊരു തരത്തിലേക്ക് പോവുകയാണ്. അതുമായി ബന്ധപ്പെടുത്തിയ ചില പ്രശ്നങ്ങൾ കൂടി ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരികയും ചെയ്തു. ദാറ്റ് അപ്രോച്ച് ഈസ് കോൾഡ് ട്രാൻസിഷണൽ അപ്രോച്ച്. ദെൻ മോഡേൺ അപ്രോച്ച്. ദെൻ ദ ലേറ്റസ്റ്റ് ആൻഡ് അപ്രോച്ച് ആണ് മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത്. ദ മോഡേൺ അപ്രോച്ച് വ്യൂസ് ദ ടേം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് എ ബ്രോഡ് സെൻസ്. മോഡേൺ അപ്രോച്ച് പറഞ്ഞാൽ ഇപ്പോഴത്തെ അപ്രോച്ചാണ്. ഇവിടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ഒരു വലിയൊരു വിശാലമായ ഒരു ശാഖയാണ്, അല്ലെങ്കിൽ വിശാലമായ ആ സ്കോപ്പുള്ള ഒരു ഏരിയയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ബ്രോഡ് സെൻസ് ആണ് ഇവിടെ. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ മോഡേൺ അപ്രോച്ച് ദ ഫിനാൻസ് ഫംഗ്ഷൻസ് കവേഴ്സ് ബോത്ത് അക്വിസിഷൻ ഓഫ് ഫണ്ട്സ് ആസ് വെൽ ആസ് ദെയർ അലോക്കേഷൻ. അപ്പോൾ അക്കോർഡിംഗ് ടു മോഡേൺ അപ്രോച്ച് ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് ആണ്. ഏതൊക്കെ? ഫസ്റ്റ് വൺ റൈസിംഗ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ട്, ദെൻ ഇറ്റ്സ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അപ്പോൾ ഈ തരത്തിലെ രണ്ട് കാര്യങ്ങൾ കൂടി ഈ മോഡേൺ അപ്രോച്ചിൽ ഫിനാൻസിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നു. ആദ്യത്തെ അപ്രോച്ചിൽ ഫിനാൻസിന്റെ ഫംഗ്ഷൻ റൈസിംഗ് ഓഫ് ഫണ്ട് മാത്രമായിരുന്നെങ്കിൽ മോഡേൺ അപ്രോച്ചിലേക്ക് മാറുമ്പോൾ മോഡേൺ അപ്രോച്ചിൽ ഫിനാൻസിന്റെ ഫംഗ്ഷൻ എന്തുകൂടി വന്നു? അതെങ്ങനെ നമ്മൾ റൈസ് ചെയ്ത ഫണ്ട് ഇഫക്റ്റീവായിട്ട് നമ്മൾക്ക് അലോക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നതുകൂടി ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരികയാണ് മോഡേൺ അപ്രോച്ചിൽ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ബ്രോഡർ കൺസെപ്റ്റ് ഓർ ബ്രോഡർ സെൻസ് ഓഫ് സ്കോപ്പ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. Then thus the major concern for financial management is the efficient allocation of fund to various uses. It is viewed as an integral part of overall management. അതുപോലെ തന്നെ ഇവിടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓവറോൾ മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്റഗ്രൽ പാർട്ടായിട്ട് തന്നെയാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഫണ്ടൊക്കെ എങ്ങനെ ഇഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഇഫക്റ്റീവായിട്ട് അലോക്കേറ്റ് ചെയ്യാം, അതെങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ വിശദമായ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ മോഡേൺ അപ്രോച്ചിൽ പ്രതിപാദിക്കുന്നുണ്ട്. According to the modern approach, financial management covers three broad areas, namely investment decision, financing decision and dividend decision. അപ്പോൾ ഈ ഒരു അപ്രോച്ചിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന നമ്മൾ 4 ഏരിയാസ് പറഞ്ഞു. ഇൻവെസ്റ്റ്മെന്റ്, ഫൈനാൻസിങ്, ഡിവിഡൻഡ്, ലിക്വിഡിറ്റി എന്നൊക്കെ പറഞ്ഞ 4 ഏരിയാസ് ഫിനാൻസിന്റെ ഏരിയാസ് പറഞ്ഞു. അപ്പോൾ ആ ഏരിയാസിലേക്ക് എത്തിയത് മോഡേൺ അപ്രോച്ചിലാണ്. അപ്പോൾ ഇവിടെ ഫിനാൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കവർ ചെയ്യുന്ന എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്തായിരിക്കണം, ഫിനാൻസിങ് ഡിസിഷൻ എന്തായിരിക്കണം, ഡിവിഡൻഡ് ഡിസിഷൻ എന്തായിരിക്കണം എന്നുള്ളതൊക്കെ മോഡേൺ അപ്രോച്ചിലാണ് നമ്മൾ ഫിനാൻസിന്റെ ഏരിയാസ് ആയിട്ട് കവർ ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞത്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഏറ്റവും ബ്രോഡായ അപ്രോച്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്തായിരിക്കും നമ്മൾക്കറിയാം, ഏത് അസറ്റിലാണ് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ആ ഒരു ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് ചുരുക്കി പറഞ്ഞാൽ. അതുപോലെ തന്നെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തും നമ്മൾ, അതാണ് ഫൈനാൻസിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് നമ്മൾ എത്രമാത്രം ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് എ ഡിവിഡൻഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്, വിച്ച് പെർസെന്റ് വാട്ട് ആർ ദ പേഴ്സൺസ് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് നമ്മൾക്ക് എത്രമാത്രം ശതമാനം നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും ആസ് എ റീറ്റെയിൻഡ് ഏർണിങ്സ്, അതും കൂടി നമ്മൾ ഏതിൽ പറയുന്നു, അതൊക്കെ മോഡേൺ അപ്രോച്ചിന്റെ ഭാഗമാണ്. അപ്പോൾ മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത് ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു. അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട്, ഫൈനാൻസിങ് ഡിസിഷൻ ഉണ്ട്, ഡിവിഡൻഡ് ഡിസിഷൻ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ബ്രോഡർ കൺസെപ്റ്റ് ഓർ ബ്രോഡർ സ്കോപ്പ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയുമാണ് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ ട്രഡീഷണൽ അപ്രോച്ച്, ദെൻ transitional approach, the next one modern
അപ്രോച്ച്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾക്ക് എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞു, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമുക്ക് വിശദമായ ഓരോ പോയിന്റുകളിലേക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ, സക്സസ്ഫുൾ പ്രൊമോഷൻ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സക്സസ്ഫുൾ പ്രൊമോഷൻ ആണ്. കാരണം sound financial plan is very necessary for the success of every business organization. If a financial plan fail to provide adequate fund to the organization, the entire activities of the organization will be shut down. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ്ഫുൾ ആവണമെങ്കിൽ അവർക്ക് നല്ലൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാവണം. അത്തരത്തിൽ ഫിനാൻഷ്യൽ പ്ലാൻ വഴി ആഡിക്വറ്റായ ഫണ്ട് ഓരോ ഘട്ടങ്ങളിലും ഓർഗനൈസേഷനിൽ ലഭ്യമായെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് ചിലപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് വരുന്ന ഒരു സക്സസ്ഫുൾ പ്രൊമോഷനാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. ദെൻ നെക്സ്റ്റ് വൺ, സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ ബിസിനസ്. ഇതും അതേ പോയിന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഫിനാൻസ് ഈസ് റിക്വയർഡ് ടു ഈച്ച് സ്റ്റേജ് ഓഫ് ബിസിനസ്, ദാറ്റ് ഈസ് പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് ഡേ ടു ഡേ വർക്കേഴ്സ് എക്സെട്ര. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ സ്റ്റേജസിലും, അതായത് ചിലപ്പോൾ പ്രൊമോഷൻ ആയിരിക്കും, ഇൻകോർപ്പറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ഫെസിലിറ്റി, മോഡേണൈസേഷൻ, അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് എല്ലാ കാര്യങ്ങളിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഫിനാൻസ് ആണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ സ്മൂത്ത് റണ്ണിങ്ങിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ദെൻ നെക്സ്റ്റ് വൺ, കോർഡിനേഷൻ ഓഫ് ഫങ്ഷണൽ ആക്ടിവിറ്റീസ്. Functional activities means production activities, selling activities, marketing activities. These are all about the functional activities of the organization. ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഫങ്ഷണൽ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിനാൻസ് ആണ്. ഈ ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും. അതുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇഫക്റ്റീവായിട്ട് ഇത്തരത്തിലുള്ള ഫങ്ഷണൽ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മൾട്ടി ഡിസിപ്ലിനറി എന്നും കൂടി നമ്മൾ പറയുന്നത്. ഓക്കെ, then just decision making നമ്മൾ പറഞ്ഞു, almost every decision in business taken in the light of profitability. In taking decision, different alternative will have to evaluate it. അപ്പോൾ നമ്മളെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഓർഗനൈസേഷന്റെ പ്രൈം എയിം എന്ന് പറയുന്നത് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഓൾമോസ്റ്റ് കെയറിലായിരിക്കണം. അത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ ടെക്നിക്കും ടൂൾസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, വേരിയൻസ് അനാലിസിസ്, ഈ പറയുന്ന ഒരുപാട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്, ഈ പറയുന്ന ഒരുപാട് തരത്തിലുള്ള ഫിനാൻഷ്യൽ അനാലിസിസ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ലൊരു തീരുമാനം എടുക്കുവാൻ വേണ്ടി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓർഗനൈസേഷനെ സഹായിക്കുകയും ചെയ്യുന്നു, നല്ലൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഡിറ്റർമിനന്റ് ഓഫ് ബിസിനസ് സക്സസ്. ബിസിനസ് സക്സസിനെ ലാർജായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ സക്സസ് ലാർജായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ദ അവൈലബിലിറ്റി ഓഫ് ഫണ്ടാണ്. ആ ഒരു ഓർഗനൈസേഷന്റെ അവൈലബിലിറ്റി ഓഫ് ഫണ്ടാണ് ആ ഓർഗനൈസേഷന്റെ സക്സസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അത്രയും പ്രാധാന്യമുള്ള ഒരു ഏരിയ ആയിട്ട് ആ ഓർഗനൈസേഷനിൽ പറയുന്നത്. ദെൻ സൊല്യൂഷൻ ടു ദ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അല്ലെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വഴിയാണ്, അല്ലെങ്കിൽ വിത്ത് ഹെൽപ്പ് ഓഫ് ഫിനാൻസ് വഴിയാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജർ വഴിയാണ്. അപ്പോൾ അത്തരത്തിൽ പറയുന്ന ഒരുപാട് ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ ലഭിക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഓർഗനൈസേഷനിൽ. ദെൻ നെക്സ്റ്റ്, അപ്പോൾ ഇത്രയുമാണ് ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ഒരു ഓർഗനൈസേഷനിൽ. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ സിമിലർ ആണ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻ ദ ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു കാറ്റഗറീസ്, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഈ പറയുന്ന ബിസിനസ് ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ് നമ്മൾക്ക്
ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവായിട്ടും നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവായിട്ടും നമുക്ക് തരംതിരിക്കാം. അതിൽ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിലാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് വാല്യൂ മാക്സിമൈസേഷൻ എന്നീ പറയുന്ന 3 ഒബ്ജക്റ്റീവുകൾ വരുന്നത്. അതുപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിലും പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സും വരുന്നു. അപ്പോൾ in organization, the financial management objective is broadly classified into 2 major heads, that is financial objectives and non-financial objectives. നമുക്ക് അതിൽ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിലേക്ക് വിശദമായിട്ട് പോകാം. അതിൽ ഏറ്റവും ആദ്യത്തേത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരു ഓർഗനൈസേഷന്റെ പ്രൈം എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ എയിം എന്ന് പറയുന്നത് ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ് ആണ്. അപ്പോൾ in the opinion of the Milton Friedman, the main objective of a business is to earn maximum profit. According to him, the business of business is business. The business of business is business എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏൺ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ ടു മാക്സിമൈസ് പ്രോഫിറ്റ് ആണ്. ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. The main objective of financial management is to safeguard the economic interest of the person who are directly or indirectly connected with the company, that is shareholders, creditors, employees and others. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈ പറയുന്ന സേഫ് ഗാർഡ് ദ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ പേഴ്സൺസ് ഹു ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കോൺടാക്റ്റഡ് വിത്ത് ഓർ കണക്റ്റഡ് വിത്ത് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനുമായിട്ട് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ കണക്ട് ചെയ്ത ഒരുപറ്റം ആൾക്കാരുടെ ഇക്കണോമിക് ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട എയിം എന്നുള്ളത്. അതുകൊണ്ടാണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. These parties, especially shareholders and creditors, have contributed funds with which the company is carrying on its operation. Hence, all these interested parties must get maximum profit for their contributions. But this is possible only when the company earns maximum profit. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആവണം എന്ന് ആർഗ്യൂ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ ആ വാദത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനുമായിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒരുപാട് വ്യക്തിത്വങ്ങൾ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആവാം, ചിലപ്പോൾ ക്രെഡിറ്റേഴ്സ് ആവാം. അവരൊക്കെ ദെയർ ഓൺ ഫണ്ട് ഏതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അവർ അതിൽ നിന്ന് റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രതീക്ഷിക്കുന്ന അവരെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് നിർബന്ധമായിട്ടും എന്ത് വേണം? പ്രോഫിറ്റ് വേണം. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ കമ്പനിക്ക് ഇത്തരത്തിലുള്ള ബിസിനസ്സുമായി ബന്ധപ്പെടുത്തി കിടക്കുന്ന ആൾക്കാരുടെ ഇക്കണോമിക് ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് പറയുകയും ചെയ്യുന്നത്. According to this view, the aim of financial management is to earn the maximum rate of profit in capital employed. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന തത്വത്തിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. അവർ മുതൽ മുടക്കിയ ക്യാപിറ്റൽ എംപ്ലോയിഡ് ചെയ്തതിന് അനുസൃതമായിട്ട് ആ പറയുന്ന ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് അനുസൃതമായിട്ട് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ. അതിൽ അപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആകുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഓർഗനൈസേഷനിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ? ഒന്ന്, പ്രോഫിറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഓഫ് മെഷറിംഗ് ദ സക്സസ് ഓർ എഫിഷ്യൻസി ഓഫ് ബിസിനസ് എന്റർപ്രൈസസ്. ഒരു ഓർഗനൈസേഷനെ നമ്മൾ എങ്ങനെയാണ് സക്സസ് ആണോ ഫെയിലർ ആണോ എന്ന് മനസ്സിലാക്കുക? അല്ലെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക? നമ്മൾ തന്നെ പറയാം എന്താ? അക്കോർഡിംഗ് ടു ദെയർ പ്രോഫിറ്റ്, അവരുടെ പ്രോഫിറ്റ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ ആ ബിസിനസ് സക്സസ് ആണോ അല്ലെങ്കിൽ ഫെയിലർ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷന്റെ സക്സസും അവരുടെ എഫിഷ്യൻസിയും നമ്മൾ മെഷർ ചെയ്യുന്നത് പ്രോഫിറ്റ് എന്നുള്ള ഒരു യാഡ്സ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർ മെഷറിംഗ് ദ സക്സസ് ഓർ എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ് എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, പ്രോഫിറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സർവൈവൽ. ഒരു മോഡേൺ വേൾഡിൽ ഈ ബിസിനസ്സിന് പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ട് ഇതൊരു എസെൻഷ്യൽ ഫാക്റ്റ് ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ,
സോഷ്യൽ വെൽഫെയർ ഈസ് അച്ചീവ്ഡ് ത്രൂ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഒരുപാട് തരത്തിലുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോൾ തന്നെ അത് ആ പ്രോഫിറ്റിന് ചില ഭാഗങ്ങൾ നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെടുത്തിയുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് ഇതൊക്കെ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ സോഷ്യലിൻ്റെ വെൽഫെയർ ആക്ടിവിറ്റീസിനും ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ബിസിനസ്സിന് എന്തുണ്ടായിരിക്കണം? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഉപയോഗിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ, മാക്സിമം പ്രോഫിറ്റ് മീൻസ് മിനിമം റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ്. മാക്സിമം പ്രോഫിറ്റ് മീൻസ് മാക്സിമം റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ്. മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് ഷെയർ ഹോൾഡ് ചെയ്യുന്നത്? അവരാണ് ഷെയർ ഹോൾഡേഴ്സ്. അവരാണ് ബിസിനസ് ചെയ്യാൻ ആവശ്യമായ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും മാക്സിമം റിട്ടേൺ കൊടുക്കുക എന്നുള്ളതാണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. Then maximum profit enables to set aside sufficient fund for future expansion. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഭാവിയിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള മോഡേണൈസേഷനോ അല്ലെങ്കിൽ എക്സ്പാൻഷനോ ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെ ഫണ്ട് നമുക്ക് ലഭ്യമാകും. സഫീഷ്യന്റ് ഫണ്ട് ലഭ്യമാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മാക്സിമം പ്രോഫിറ്റ് വേണം. അപ്പോൾ അങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് എക്സ്പാൻഷനൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. The next, profit attract the investors to invest their savings in securities. അടുത്ത പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റ് ഒരു യാർഡ് സ്റ്റിക്ക് ആയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആണ് ഒരു ഓർഗനൈസേഷനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നല്ല പ്രോഫിറ്റുള്ള ഓർഗനൈസേഷനിൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പറ്റുകയും ചെയ്യുന്നു. ഇത്രയുമാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്തൊക്കെയായിരുന്നാലും ഇതിന് ചില ക്രിറ്റിസിസം ഉണ്ട്. ഈ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നതാണ് മെയിൻ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവായി സെറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷന് ചില ക്രിറ്റിസിസം ഉണ്ട്. ആ ക്രിറ്റിസിസം എന്താണെന്ന് നോക്കാം. Future is uncertain, hence profit cannot be ascertained well in advance. It is not possible to maximize what is unknown. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് കൂടുതൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അൺസർട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായ പ്രോഫിറ്റ് നമുക്ക് അസെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വെൽ ഇൻ അഡ്വാൻസ് മുൻകൂട്ടി തന്നെ നമ്മൾ കറക്റ്റായ പ്രോഫിറ്റ് നമുക്ക് അസെർട്ടൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. അതൊരു അൺനോൺ ഫാക്ടറാണ്. അത് നമുക്ക് നേരത്തെ നിശ്ചയിക്കാൻ പറ്റില്ല. ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ എന്നുള്ളതാണ്. The next criticism, the decision maker may not have enough confidence in the estimate on future return, so that does not try to further to maximize. അപ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട വാദം ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ദ ഡിസിഷൻ മേ നോട്ട് ഹാവ് എ ഇനഫ് കോൺഫിഡൻസ് ഇൻ ദ എസ്റ്റിമേറ്റ് ഓഫ് ഫ്യൂച്ചർ റിട്ടേൺസ്. അവർ ചിലപ്പോൾ ഈ പറയുന്ന ഡിസിഷൻ മേക്കറിന് അവർക്ക് അതിൻ്റെതായ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഫ്യൂച്ചറിലേക്ക് ഇത്രമാത്രം പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്, അത്തരത്തിലുള്ള കോൺഫിഡൻസും അവർക്ക് ഉണ്ടാവില്ല. ആ കോൺഫിഡൻസ് നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നടത്തുന്നതിന് നമ്മളെ എതിരായിട്ട് വാദിക്കുകയും ചെയ്യാറുണ്ട്. അത് നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മളത് അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യാറുമുണ്ട്. The next one, this approach is completely silent on the timing of profit is to be maximized. ഈ അപ്രോച്ചിൽ കംപ്ലീറ്റ്ലി സൈലന്റ് ഓൺ ദ ടൈമിംഗ് ഓഫ് പ്രോഫിറ്റ് ടു ബി ഏത് സമയത്താണ് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ ഒരു വാദത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള അപ്രോച്ചിൽ പറയുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്രിറ്റിസിസം. Then it leads to exploiting workers and consumers. അപ്പോൾ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള അത് ഉന്നം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ കൺസ്യൂമേഴ്സിനെയും നമ്മുടെ വർക്കേഴ്സിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന തരത്തിലുള്ള വർക്കേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാവും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഫിറ്റ് മാക്സിമം നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാദം. Then it attract the cutthroat competition. അത് നമ്മുടെ കോമ്പറ്റീഷൻ നമ്മുടെ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് വേൾഡിൽ ഒരു ടഫായ ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവഴി സാധിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് ഇവർ പറയുന്നത്. The next criticism, it does not take into consideration of the welfare of the society. നേരത്തെ പറഞ്ഞു മാക്സിമം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ സൊസൈറ്റിയുടെ വെൽഫെയർ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ എന്ത് പറഞ്ഞാലും പക്ഷേ ഇത്തരത്തിലുള്ള കൺസിഡറേഷനൊക്കെ വളരെ കുറവാണ്. പ്രോഫിറ്റ് കൂടുതലുള്ള ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കൺസിഡറേഷനൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലിമിറ്റേഷനായിട്ട് അല്ലെങ്കിൽ ക്രിറ്റിസിസമായിട്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷനെ കുറിച്ച് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട
ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആണ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. According to Solomon Isra, the ultimate goal of every financial organization is maximization of owners' wealth. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. പക്ഷേ മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത് അത് സോളമൻ ഇസ്രയാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ല, ഇറ്റ്സ് എ മാക്സിമൈസേഷൻ ഓഫ് ഓണേഴ്സ് വെൽത്ത് ആണ് ഒരു ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം, maximization of profit is off and unreal motive. He further said that proper goal of financial management is maximization of wealth of equity shareholders. മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് പകുതി മാത്രമേ ആവുന്നുള്ളൂ, അതൊരു അൺറിയൽ മോട്ടീവാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് maximization of wealth of equity shareholders. ഒരു ഓർഗനൈസേഷന്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അവരുടെ വെൽത്ത് മാക്സിമൈസേഷൻ ആക്കുക, അല്ലെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക, അല്ലെ മാക്സിമം ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. അതാണ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് കൊണ്ട് അർത്ഥം വെക്കുന്നത്. ഇറ്റ്സ് എ മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. The concept shareholder wealth maximization was introduced by the David Durant and Lutz in 1952. 1952 ഡേവിഡ് ഡ്യൂറന്റ് ആണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതാണ് ഈ പ്രധാനപ്പെട്ട ഈ ഒരു മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു അൺറിയൽ ആണ്, അതൊരു ഹാഫ് മാത്രമേ ആവുന്നുള്ളൂ. മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നതാണ് ശരിക്കുമുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ഓഫ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് എന്നുള്ളതാണ് ഇവരുടെ വാദം. Maximization of wealth means maximization of market price per share in long run. Every financial decision should be based on cost benefit analysis. The benefit is more than the cost. The decision will help to increase the wealth and vice versa. അപ്പോൾ ഇവർ പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻ ദ ഓർഗനൈസേഷൻ, അവരുടെ മാർക്കറ്റ് പ്രൈസിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ ഇൻക്രീസ് ചെയ്യുക, ആ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുക ലോങ് റണ്ണിലേക്ക് ആ ഓർഗനൈസേഷൻ്റെ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ ഏർണിംഗ് പെർ ഷെയർ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യുക, ലോങ് റണ്ണിലേക്ക് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം ഓരോ ഫിനാൻഷ്യൽ ഡിസിഷനും ബേസ് ചെയ്യുന്നത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നോക്കിയിട്ടാണ്. എന്താണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്? ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ ആ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കോസ്റ്റും ആ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റും നമ്മൾ അനലൈസ് ചെയ്യും. ഇനി അവിടെ ബെനിഫിറ്റാണ് കൂടുതലെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം, ആ പ്രവർത്തനം നല്ലതാണെന്ന് പറയാം. നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾക്കൊരു നഷ്ടമുള്ള കാര്യവുമാണ്. അപ്പോൾ ഏതൊരു ഫിനാൻഷ്യൽ ഡിസിഷനും എടുക്കുന്നത് അവിടെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ട് ബെനിഫിറ്റ് മോർ ദാൻ ദ കോസ്റ്റ് ആണെങ്കിൽ ആ ഡിസിഷൻ നമ്മളെ പെർസെന്റേജ് വെൽത്തിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമൈസേഷൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് equity share per share. Okay. Then wealth maximization is an appropriate decision criteria for financial management decision because it removes the limitation of profit maximization criteria. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ക്രൈറ്റീരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ലിമിറ്റേഷനുകൾ നമ്മൾ പറഞ്ഞു. ആ ലിമിറ്റേഷനൊക്കെ ഓവർകം ചെയ്യുന്നതാണ് ഈ പറയുന്ന മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന അപ്രോച്ചിലൂടെ നമുക്ക് അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വഴി പറ്റുന്നുണ്ട്. The wealth maximization approach aims at maximizing the wealth of shareholders by increasing earning per share. ഇവിടെ നമ്മൾ ഒരു ഷെയറിന്റെ ഏർണിങ്സിനെ കുറിച്ചും വെൽത്ത് മാക്സിമൈസേഷനിൽ പറയുന്നുണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ അവരുടെ ഷെയറിന്റെ വാല്യൂവിൽ അവരുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഇത്തരത്തിൽ വെൽത്ത് മാക്സിമൈസേഷൻ ഉണ്ടാവുമ്പോൾ ഓർഗനൈസേഷനുള്ളത് നോക്കാം.
The net effect on investment and benefit can be measured clearly. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു ഫണ്ട് ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിലുള്ള ബെനിഫിറ്റ് എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വെൽത്ത് മാക്സിമൈസേഷൻ പ്രകാരം പറ്റും. It considered ടൈം വാല്യൂ ഓഫ് മണി. നേരത്തെ കേസിൽ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല, ഫ്യൂച്ചർ ആണ് നമുക്ക് ഉണ്ടാവുമെന്നുള്ള ആ രീതിയിലേക്കാണ് നമ്മൾ അസംഷൻ നടത്തുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശരിക്കും ഓരോ കാഴ്ചപ്പാടിൽ ഓരോ ചുറ്റുപാടിലുള്ള ടൈം എത്രയാണ്, അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. Then it universally accepted because it takes care of the interest of financial owners, employees and public at large. അപ്പോൾ ഇത് യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്ത ഒരു അപ്രോച്ച് ആണെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഓണേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും പബ്ലിക്കിൻ്റെയൊക്കെ കൺസിഡറേഷൻ അവരെയും കൂടി എന്താ പറയുക കൺസിഡർ എടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്. മറ്റേ കേസിലാണെങ്കിൽ അങ്ങനെ ഇല്ല, അത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക മാത്രമാണ് അവിടെ ഒബ്ജക്റ്റീവ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഓണേഴ്സിനെയും എംപ്ലോയീസിനെയും പബ്ലിക്കിനെയൊക്കെ എല്ലാ കേസിലും കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടേം. അതുകൊണ്ടാണ് ഇത് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയ ഒരു അപ്രോച്ച് ആണെന്ന് പറയുന്നത്. The next one, it gave the management in framing suitable dividend policy. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന് സ്യൂട്ടബിൾ ആയ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അല്ലെങ്കിൽ ഡിവിഡൻഡ് പോളിസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗെയിൻ ചെയ്യുന്നു വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഇറ്റ് കൺസിഡേർഡ് ദ ഇമ്പാക്ട് ഓഫ് റിസ്ക് ഫാക്ടർ. ഓരോ പ്രവർത്തനത്തിന്റെയും അത് എന്തൊക്കെയാണ് റിസ്ക് എലമെന്റ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫോക്കസ് ഓൺ ദ ലോങ് റൺ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എൻ ഓർഗനൈസേഷന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും അത് ലോങ് റണ്ണിലേക്കുള്ള ഗ്രോത്തും ഡെവലപ്മെന്റ് ആണ് ഇത്തരത്തിൽ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ it ensures that the resources of an organization have been used effectively to accomplish the objectives of the organization. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഈ പറയുന്ന ഫിനാൻഷ്യൽ റിസോഴ്സസ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അതുവഴി ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിലൂടെ. Okay, that's all. Then next one, criticism of wealth maximization. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായാലും ഇതിന് ചില ക്രിറ്റിസിസം ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ, ഇറ്റ് ഈസ് നോട്ട് ഡിസ്ക്രിപ്റ്റീവ് ഓഫ് വാട്ട് ഫേംസ് ആക്ച്വലി ഡു. ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് അല്ല, ഇതൊരു എന്താ വാഗ് ഐഡിയ ആണ് ഇത്. കാരണം ഇവിടെ കൃത്യമായിട്ട് എന്താണ് ഒരു ഫേം ചെയ്യേണ്ടത് എന്ന് ആക്ച്വലായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ പറയാൻ വേണ്ടി പറ്റുന്നില്ല. അത് പ്രധാനപ്പെട്ട ഒരു എന്താ പറയണ്ടേ ഡീമെറിറ്റ് ആണ്, ക്രിറ്റിസിസമാണ്. Then second one, the concept of increasing wealth of the shareholders differs from company to company. അപ്പോൾ ഇവിടെ ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ ഈ പറയുന്ന ഒരു കൺസെപ്റ്റ് ഓരോ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത് യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു കമ്പനിയുടെ കൺസെപ്റ്റ് ആയിരിക്കില്ല ഈ പറയുന്ന മറ്റൊരു കമ്പനിയുടെ കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ അത് വളരെ അധികം പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം ആയിട്ടാണ് പറയുന്നത്. Then it leads to confusion and misinterpretation of financial policy. അതുപോലെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റീവ് കാരണം കൺഫ്യൂഷൻ ഉണ്ടാവാനും അതുപോലെ തന്നെ മിസ്ഇന്റർപ്രിറ്റേഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. കാരണം വെൽത്ത് മാക്സിമൈസേഷൻ ആണോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണോ ഒബ്ജക്റ്റീവ്, ചിലപ്പോൾ ഇത് രണ്ടും സെയിം ആയിട്ടൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. അതുപോലെ തന്നെ മിസ്ഇന്റർപ്രിറ്റേഷൻ ഉണ്ടാവും, ഫിനാൻഷ്യൽ പോളിസിയിൽ മിസ്ഇന്റർപ്രിറ്റേഷൻ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് നോട്ട് എ സോഷ്യലി ഡിസൈറബിൾ. ഇത് നമ്മൾ പറഞ്ഞു, ഇത് സോഷ്യലി ഡിസൈറബിൾ അല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം. കാരണം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യലുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കൂടുതൽ പ്രതിപാദിക്കുന്നില്ല. Then it is also profit maximization. It is the indirect name of profit maximization. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതും ചുരുക്കി പറഞ്ഞാൽ ഇതും ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം. ഇത് ആ പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ മറ്റൊരു പേരായിട്ട് വേണമെങ്കിൽ നമുക്ക് വെൽത്ത് മാക്സിമൈസേഷനെ പറയാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. Then it is useful only large organization. ലാർജ് ഓർഗനൈസേഷനിൽ മാത്രമേ ഈ പറയുന്ന ലോങ് റണ്ണിലേക്കുള്ള വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സാധാരണ രീതിയിൽ സ്മോൾ ഓർഗനൈസേഷനിലൊക്കെ ഇത് എന്താ പറയുക അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് അപ്ലിക്കബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയുമാണ് ക്രിറ്റിസിസം. ഇനി എന്തൊക്കെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ഒന്നാമത്തെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ആണ്.
ഒരു ഷോർട്ട് ടേം പർപ്പസ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ ഇറ്റ് എ ലോങ് ടേം പ്രോസസ് ഓർ ലോങ് ടേം ഒബ്ജക്റ്റീവ് ആണ്. ദെൻ സെക്കൻഡ് വൺ, it aims at maximization profit of the organization. Profit maximizationലെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ ഇറ്റ് എയിംസ് അറ്റ് മാക്സിമൈസിങ് ദ വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, measures the effectiveness of the organization. ഇവിടെ നമ്മൾ ഓർഗനൈസേഷന്റെ ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എഫിഷ്യൻസി നമ്മൾക്ക് ഇവിടെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും വിത്ത് ഹെൽപ്പ് ഓഫ് പ്രോഫിറ്റ് പ്രകാരം നമുക്കത് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. സക്സസ് ഓർ ഫെയിലർ ഓർ എഫിഷ്യൻസി ഓർ ഇഫക്റ്റീവ്നെസ് എത്രയാണെന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ മെഷേഴ്സ് ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്ഥിരത മാത്രമേ നമുക്ക് വെൽത്ത് മാക്സിമൈസേഷനിൽ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. Then fourth one, does not consider the time value of money. ഇവിടെ പണത്തിന്റെ ടൈം വാല്യൂ ഇവിടെ ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ ഇറ്റ് കൺസിഡേർഡ്. ഇവിടെ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. Then fifth one, it does not directly involve the increasing EPS. Earning per share ഉമായി ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെടുന്നില്ല. ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഏർണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിന്റെ ഏർണിംഗ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ ഇറ്റ് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് EPS. ഒരു ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് എവിടെ ഉണ്ടാകുന്നുണ്ട്? വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിൽ ഉണ്ടാകുന്നുണ്ട്. ദെൻ ഇതിൽ ഇറ്റ് ഇഗ്നോസ് സൊസൈറ്റി. പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ ഇഗ്നോസ് സൊസൈറ്റി ആണ്. അതുപോലെ തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ ഇറ്റ് കൺസിഡർ സൊസൈറ്റി. ഇവിടെ സൊസൈറ്റിയും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ എംപ്ലോയീസ്, വർക്കേഴ്സ്, ഈ പറഞ്ഞ എല്ലാവരെയും സൊസൈറ്റി, ഈ പറഞ്ഞ പബ്ലിക്, ഇവരൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് എ ട്രഡീഷണൽ അപ്രോച്ച്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ അപ്രോച്ചാണ്, പക്ഷേ വെൽത്ത് മാക്സിമൈസേഷൻ ഒരു മോഡേൺ അപ്രോച്ചാണ്. അതുപോലെ തന്നെ എയ്ത്ത് വൺ, ഇറ്റ് ഇഗ്നോർ ദ റിസ്ക് ഫാക്ടർ. പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ റിസ്ക് ഫാക്ടർ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്, പക്ഷെ ഇവിടെ അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ അതുകൂടി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ, അതുകൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് വെൽത്ത് മാക്സിമൈസേഷൻ ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്, ആ പ്രോഫിറ്റ് മാക്സിമൈസേഷനും അതുപോലെ തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ് വാല്യൂ മാക്സിമൈസേഷൻ. നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പറഞ്ഞു, നമ്മൾ വെൽത്ത് മാക്സിമൈസേഷൻ പറഞ്ഞു. ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വാല്യൂ മാക്സിമൈസേഷൻ നോക്കാം. ഇത് ജസ്റ്റ് സിമിലർ ടു ദ വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷനുമായി വളരെയധികം സാമ്യമുള്ള ഒരു ഒബ്ജക്റ്റീവാണ് വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. നോക്കാം നമ്മൾക്ക്. അനദർ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഓർഗനൈസേഷൻ. ഈ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ വാല്യൂ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ വെൽത്തിലാണെങ്കിൽ നമ്മൾ ഒരു ഷെയറിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ, അവരുടെ ഷെയർസിന്റെ വാല്യൂ വർദ്ധിപ്പിക്കുക എന്ന് മാത്രമായിരുന്നെങ്കിൽ, പക്ഷേ വാല്യൂ മാക്സിമൈസേഷൻ ടേക്കൺ ഇൻ ടു കൺസിഡർ ദ ഓൾ ഓഫ് ദ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ആ വെൽത്ത് വാല്യൂ മാക്സിമൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. The objective is to maximize the long-term market value of the organization. ഓർഗനൈസേഷന്റെ ലോങ് ടേം മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുക അല്ലെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് വാല്യൂ മാക്സിമൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. The total value of organization comprises all of the financial assets such as equity, debt, preference shares and warrants. അപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഏതിൽ വെൽത്ത് മാക്സിമൈസേഷനിൽ. പക്ഷേ വാല്യൂ മാക്സിമൈസേഷനിൽ പറയുന്നത് നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള ഓൾ ഫിനാൻഷ്യൽ അസറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ഇക്വിറ്റി ആവാം, ചിലപ്പോൾ ഡെപ്റ്റ് ആവാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആവാം, വാറൻസ് ആവാം, ഈ പറഞ്ഞ ഡിബഞ്ചേഴ്സ് ആവാം. ഇതൊക്കെ കൂടിയതാണ് ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ റിസോഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചേരുന്നതാണ് ടോട്ടൽ വാല്യൂ ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇവിടെ വാല്യൂ മാക്സിമൈസേഷനിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മാർക്കറ്റ് വാല്യൂം ഇതൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഓർഗനൈസേഷന്റെ വാല്യൂം അതേ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. Then value maximization similar to the wealth maximization, but it is a broader concept than wealth maximization. അപ്പോൾ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെൽത്ത് മാക്സിമൈസേഷനുമായി ചില ബന്ധങ്ങളുള്ള കാര്യങ്ങളാണ്. കാരണം ഇവിടെയും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ മാർക്കറ്റ് വാല്യൂ, ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമാണ്.
പക്ഷേ അവിടെ അത് മാത്രമാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഭാഗം മാത്രമാണ് അത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡെപ്റ്റ് ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എല്ലാ ഫിനാൻഷ്യൽ സോഴ്സസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഈ വെൽത്ത് മാക്സിമൈസേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ബ്രോഡർ കൺസെപ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, വാല്യൂ മാക്സിമൈസേഷൻ. Then wealth maximization focus on increasing the value of equity shares. ഞാൻ നേരത്തെ പറഞ്ഞു equity sharesന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വാല്യൂ മാക്സിമൈസേഷൻ ഇറ്റ് സീക്സ് ടു മാക്സിമൈസ് നോട്ട് ഓൺലി ദ വാല്യൂ ഓഫ് equity shares but also the value of all financial asset. All financial assets, that means debt, ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമായ ഫിനാൻഷ്യൽ അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. അത് ഓവറോൾ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഓവറോൾ ഓർഗനൈസേഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വാല്യൂ മാക്സിമൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇഫ് ആൻ ഓർഗനൈസേഷൻ ഏബിൾ ടു മാക്സിമൈസ് ഇറ്റ്സ് വാല്യൂ then it can be generate sufficient profit to pay dividend to the shareholders and finance all its activities, operation and project. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ വാല്യൂ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ആ ഓർഗനൈസേഷന്റെ നല്ല രീതിയിൽ അവർക്ക് ഡിവിഡൻഡ് പേ ചെയ്യുവാൻ വേണ്ടി പറ്റും, അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുവാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഫർദർ എക്സ്പാൻഷന്, ഫർദർ മോഡേണൈസേഷന് അല്ലെങ്കിൽ ഫർദർ ഡെവലപ്മെന്റിന് ആവശ്യമായ ഫണ്ട് ലഭ്യമാകുന്നതും ഇത്തരത്തിൽ ഒരു ഓർഗനൈസേഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ പറ്റൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാല്യൂ മാക്സിമൈസേഷനിൽ ഉൾപ്പെടുന്നത്. ഇത്രയുമാണ് വാല്യൂ മാക്സിമൈസേഷൻ എന്നതിനെ കൊണ്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് വെൽത്ത് മാക്സിമൈസേഷനുമായി കുറച്ചും കൂടി അതിൻ്റെ ബ്രോഡർ ആയിട്ടുള്ള ഒരു ടേമാണ് വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതുപോലെ തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ. ദെൻ അടുത്തത് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്. നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് അത് സാധാരണ രീതിയിൽ അറിയുന്ന എൻഹാൻസ് ദ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ, ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ അതുപോലെ തന്നെ അവരുടെ വെൽഫെയർ ഒക്കെ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ എൻഷുർ ചെയ്യുക എന്നുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻഹാൻസ് ദ മാനേജ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ, മാനേജ്മെന്റിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, ഈ പറയുന്ന കാര്യങ്ങളും കൂടി ഫോക്കസ് ചെയ്യുന്നതാണ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പറയുന്നത്. ദെൻ പ്രൊമോട്ട് വെൽബീയിങ് ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റി കൺസിഡർ ചെയ്യുക, സൊസൈറ്റിയെ കൺസിഡർ ചെയ്യുക, സൊസൈറ്റിക്ക് ആവശ്യമായ വെൽഫെയർ ആക്ടിവിറ്റീസ്, ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്, മറ്റൊരു നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. Then next one, provide quality service to the customers. കസ്റ്റമേഴ്സിന് ക്വാളിറ്റി ആയ സർവീസ് കൊടുക്കുക എന്നുള്ളത്, ഇവർ കൊടുക്കുന്ന സർവീസിൻ്റെ അതിന് ക്വാളിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഒന്ന്, എൻഹാൻസ് ദ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ, എൻഹാൻസ് ദ മാനേജ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ, പ്രൊമോട്ട് വെൽബീയിങ് ഓഫ് ദ സൊസൈറ്റി, പ്രൊവൈഡ് ക്വാളിറ്റി സർവീസ് ടു ദ കസ്റ്റമേഴ്സ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ കുറച്ച് ദൈർഘ്യമേറിയ ക്ലാസ്സാണ് ഇന്നത്തേത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ടേമുകളായ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ പ്രോഫിറ്റ്, വെൽത്ത്, വാല്യൂ, ഈ കാര്യങ്ങളെ വളരെ വിശദമായി പറഞ്ഞു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ്, ട്രഡീഷണൽ അപ്രോച്ച്, അതുപോലെ തന്നെ ട്രാൻസിഷണൽ അപ്രോച്ച്, മോഡേൺ അപ്രോച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ ഇതേ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി വീണ്ടും കാണാം.